കഥയുടെ പേര് ഞാൻ. സാധാരണ സ്കൂളിലെ ടോയ്ലറ്റിൽ പോകാറില്ല. അത്രയ്ക്ക് അത്യാവശ്യം തോന്നാറുമില്ല. ഇന്ന് എന്താണെന്നറിയില്ല, ടോയ്ലറ്റിൽ പോകാതെ നിവർത്തിയില്ലെന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല. പകരം വയറ് നിറയുവോളം വെള്ളമാണ് കുടിച്ചത്. അതുകൊണ്ടാകാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി വെവ്വേറെ ടോയ്ലറ്റ്. ഒരു നിമിഷം നിന്ന ശേഷം ടോയ്ലറ്റിൽ കയറി. അകത്ത് 2-3 ആൺകുട്ടികളുണ്ട്. എന്നെ കണ്ടതും അവരുടെ വിധം മാറി. എന്താടാ നീ ഇവിടെ? ഇതിനകത്ത് കാണാറില്ലല്ലോ. ഞാൻ കരുതി നിനക്ക്. അവർ 3 പേരും കൂടി ചിരിക്കാൻ തുടങ്ങി. അതിലൊരുത്തൻ പിറകിലെ വാതിൽ ചാരി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും തടിയൻ എന്നെ കയറി പിടിച്ചു. ഞാൻ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പിടി മുറുകുകയായിരുന്നു. അവന്റെ കൈ നീങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. അത് പതിയെ പതിയെ എൻ്റെ പാൻസിനകത്തേക്ക് കടക്കുകയായിരുന്നു. ഞാൻ സർവ്വശക്തിയും എടുത്ത് പിടി വിടുവിച്ചു. അപ്പോഴേക്കും ഞാൻ നിലത്ത് വീണു പോയിരുന്നു. അവരെൻ്റെ ഷർട്ട് അഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രവി വന്നു കയറി. ഹേ, എന്താ ഇവിടെ നടക്കുന്നേ? അവൻ്റെ ചോദ്യത്തിനിടയിൽ ഞാൻ ആവതും വേഗം ക്ലാസ്സിലേക്ക് ഓടിയിരുന്നു. വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴും അത് തന്നെ ചിന്ത. ദുഷ്ടന്മാർ, എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പോൾ രവി വന്നില്ലായിരുന്നെങ്കിൽ ആലോചിക്കാനേ വയ്യ. രവി ചുരുളമുടിയും ചെമ്പൻ കണ്ണുകളുമുള്ള സുന്ദരനാണവൻ. രാത്രിയിലെ തൻ്റെ പല സ്വപ്നങ്ങളിലും അവൻ കടന്നു വന്നിട്ടുണ്ട്. എന്താടോ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? രവി ആയിരുന്നു അത്. എനിക്ക് ചമ്മലും സന്തോഷവും ഒക്കെ തോന്നി. ഒന്നുമില്ല. അപ്പോഴേക്കും രവി എൻ്റെ അടുത്തെത്തിയിരുന്നു. ഇന്ന് നിന്നെ അവർ ഉപദ്രവിച്ചോ? താൻ വല്ലാതെ പേടിച്ചോ? എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇന്നോളം ആരും എന്നോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല, അമ്മ പോലും. ഇല്ല. അപ്പോഴേക്കും നിങ്ങൾ വന്നില്ലേ? എല്ലാവരും എന്നെ ഉപദ്രവിക്കൂ രവി. ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ഈശ്വരൻ്റെ ഓരോ... അപ്പോഴേക്കും കരച്ചിൽ തൊണ്ടയിൽ കുരുങ്ങി നിശബ്ദമായി പോയി. അത് പോട്ടെ, താൻ എന്തേ മുടി വെട്ടാത്തെ? എനിക്കിതാ ഇഷ്ടം, മുടി നീട്ടി വളർത്താൻ. എന്തൊക്കെയാ തൻ്റെ ഇഷ്ടങ്ങൾ? ഞാൻ കേൾക്കട്ടെ. എനിക്ക് ആവേശം കയറി വന്നു. ഇന്നോളം കേൾക്കാൻ കുറച്ച് ചോദ്യം. എനിക്ക് ദേ ഇതുപോലാകണം. ഞാൻ എൻ്റെ കയ്യിലെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. രവി പൊട്ടിച്ചിരിച്ചു. എനിക്കപ്പോൾ കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ നീയും എന്നെ... ഞാൻ കരയാൻ തുടങ്ങി. അയ്യോ, കരയല്ലേ. അങ്ങനെയൊന്നും ആയില്ലേലും നീ സുന്ദരനാണ്. രവി എന്നെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കയ്യിൽ ഞാനൊരു കുഞ്ഞിനെ പോലെ അമർന്നു. അവൻ എൻ്റെ മുഖം കോരിയെടുത്ത് ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഞാൻ എന്നെ അറിഞ്ഞ ദിവസമായിരുന്നു അത്. രവി, ഞാനൊന്ന് ചോദിക്കട്ടെ? നീ എന്നെ ചതിക്കുമോ? അവൻ അതിന് മറുപടിയൊന്നും പറയാതെ എൻ്റെ ഉടലാകെ ചുംബിക്കുകയായിരുന്നു. മേഡം, കോഴിക്കോടേക്കുള്ള ട്രെയിൻ പോയോ? ചിന്തകൾ നിന്ന് അപ്പോഴാണ് ഉണർന്നത്. അറിയില്ല, അവിടെ അന്വേഷിക്കൂ. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ ചൂണ്ടി പറഞ്ഞു. സമയം കുറേ ആയിരിക്കുന്നു. എത്താമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഹേയ് സുന്ദരൻ! പിറകിൽ നിന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഒരു ചുരുളമുടിക്കാരൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ രവി എന്ന് വിളിച്ച് അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു. ചേർന്നു നടക്കവേ അവൻ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. നീ ഇന്ന് അതീവ സുന്ദരിയായിരിക്കുന്നു. അന്ന് നീ എനിക്ക് കാട്ടിയ ചിത്രത്തിലെ പെൺകുട്ടിയേക്കാൾ ഏറെ സുന്ദരി.